ഇറാനിൽ വീണ്ടും US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറുകയാണ്. അത് ഇറാന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഒരു സംശയം നിഴലിക്കുന്നത്. അതായത് B2 ബോംബറുകൾ ഇറാനെ തകർക്കാൻ ട്രംപ് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകാനുള്ള കാരണമായി പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ B2 ബോംബറുകൾ ഉപയോഗിച്ചിരുന്നു. അന്നാകട്ടെ സാരമായ കേടുപാടുകൾ ഉണ്ടാകുകയും ഇറാൻ ഉടൻ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് നീക്കം ചെയ്യുക ഉണ്ടായി. ഇറാനിൽ വൻ ആക്രമണം നടത്തിയതിന്റെ തെളിവായിട്ടാണ് ഈ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയോ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കുറിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വിവരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിലെ ഇസ്ഫഹാനിലാണ് ആക്രമണം നടന്നതെന്നതായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ബദർ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ഫഹാനിലെ ആയുധശാലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതെന്നതായിരുന്നു വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇസ്ഫഹാൻ എന്നതാണ് US വിലയിരുത്തുന്നത്. മാത്രമല്ല, സമാനമായി കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് ഇസ്ഫഹാനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു US ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഏകദേശം 13,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഗ്രനൈഡ് ബോംബറാണ് ഈ B2 ബോംബറുകൾ എന്ന് പറയുന്നത്. അതേപോലെ ഭൂമിക്കടിയിലുള്ള ശത്രു താവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ ആ ഒരു കട്ടികേറിയ സ്റ്റീൽ ആവരണം കാരണം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ തന്നെ പാറക്കെട്ടുകൾക്കിടയിലൂടെ 200 അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ ഇവയ്ക്ക് സാധിക്കും. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലബോറട്ടറികളും ബങ്കറുകളും തകർക്കാൻ മറ്റു ആയുധങ്ങളെക്കാൾ കൃത്യതയും ശേഷിയും ഇവയ്ക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ അളവും, അതായത് പേലോഡ് പ്രഹരശേഷിയും വളരെ വലുതാണ്. തുളച്ചു കയറിയ ശേഷം മാത്രമേ ഇത് സ്ഫോടനം നടത്താൻ അവ കൂടുതലായി തന്നെ സാധിക്കുകയുള്ളൂ. സാധാരണയായി US വ്യോമസേനയുടെ B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്നാണ് ഈ ഒരു ബോംബർ വർഷിക്കുന്നത്. എത്ര വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതിലല്ല ബങ്കർ ബസ്റ്ററിനെ അപകടകരമാക്കുന്നത്, മറിച്ച് മറ്റു ബോംബറുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, ആ ലക്ഷ്യസ്ഥാനങ്ങളിൽ തുളച്ചു കയറിക്കൊണ്ട് സ്ഫോടനം നടത്തുന്നു എന്നതാണ്. ചിലതിൽ മൈക്രോഫോണുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് ഇവ പൊട്ടിത്തെറിക്കുന്നത്. ഇറാനെ അതായത് ഈ ഒരു GBU 72 ന്യൂ ജനറേഷൻ പെനട്രേറ്റർ ബോംബുകളാണ് ഇറാന് നേരെ ഇതിനു മുൻപ് അവിടെ ഉപയോഗിച്ചത്. അതേപോലെ ഓരോന്നിനും ഏകദേശം $2,88,000 ചെലവുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് B2 ബോംബറുകൾക്കും ഫൈറ്റർ ജെറ്റുകൾക്കും കൊണ്ടുപോകാൻ കഴിയും. ശക്തമായ കോൺക്രീറ്റ് കവചങ്ങളെ മറികടന്നുകൊണ്ട് തുളഞ്ഞു കയറി അവിടെ ടണലുകൾക്കുള്ളിലും ഒരു ബങ്കറുകൾക്കുള്ളിൽ പോലും തന്ത്രപ്രധാനമായ ഭൂഗർഭ താവളങ്ങൾ ഉൾപ്പെടെ ഈ കേന്ദ്രങ്ങളിലെല്ലാം ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൂടുതലായി തന്നെ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ബോംബുകൾ അവിടെ പ്രയോഗിക്കുക, അതിനാൽ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബോംബർ യുദ്ധവിമാനത്തിൽ നിന്നാണ് എന്നതാണ്. ഏകദേശം 2268 കിലോഗ്രാം, ഏകദേശം 5000 പൗണ്ട് ഭാരമുള്ള JBU 72 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു. അതിനൊടുവിലാണ് വീണ്ടും ഇപ്പോഴും ഈ നടക്കുന്ന യുദ്ധത്തിൽ പോലും B2 ബോംബറുകൾ ഉപയോഗിച്ചു എന്ന തരത്തിൽ ട്രംപ് ആ സൂചന നൽകുന്ന ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.